ഋഗ്വേദത്തിൽ ഇന്ദ്രനും സോമനും അഗ്നിയും കഴിഞ്ഞാൽ പ്രമുഖമായ സ്ഥാനമുള്ള അശ്വിനി ദേവകളുടെ ജനനത്തിന്റെ കഥ ഇങ്ങനെയാണ്. സൂര്യദേവൻ വിവാഹം ചെയ്തത് വിശ്വകർമാവിന്റെ മകൾ സജ്ഞാദേവിയെയായിരുന്നു. പരസ്പരം സ്നേഹത്തോടെ ജീവിതം നയിച്ചു വരികയായിരുന്നുവെങ്കിലും സൂര്യദേവന്റെ തീവ്രമായ താപം സഹിക്കാൻ സജ്ഞയ്ക്ക് പാടുപെടേണ്ടി വന്നു. ഒരു ദിവസം സജ്ഞ സൂര്യനുമായുള്ള തന്റെ സഹവാസം ഇനി തുടരാൻ കഴിയില്ലെന്ന് തിരിച്ചറിഞ്ഞു. അവൾ തന്റെ തപസ് തുടരാനായി പിതാവിന്റെ ലോകത്തേക്ക് പോകുവാൻ തീരുമാനിച്ചു. അതിനായി അവൾ തന്റെ ഒരു ഛായാരൂപം സൃഷ്ടിച്ചു. ഈ ഛായാരൂപം സൂര്യന്റെ അടുത്തേക്ക് പറഞ്ഞുവിട്ട് സജ്ഞ പിതാവിന്റെ ഭവനത്തിലേക്ക് പോയി. സൂര്യൻ സജ്ഞയാണെന്ന് കരുതി ഛായയുമായി ജീവിച്ചു. അവർക്ക് മറ്റു കുട്ടികളും ജനിച്ചു. എന്നാൽ ആചാരങ്ങളോ സ്നേഹമോ സജ്ഞയുടെ പോലെ ആകാത്തത് സൂര്യൻ കൃത്യമായി നിരീക്ഷിച്ചപ്പോഴാണ് തന്നോടൊത്തുള്ളത് സജ്ഞയല്ല, അവളോടൊരു ഛായാരൂപമാണെന്നുള്ള സത്യം മനസ്സിലാക്കിയത്. സജ്ഞയെ കണ്ടെത്താൻ അദ്ദേഹം അന്വേഷണം തുടങ്ങി. വനത്തിൽ തപസ് ചെയ്യുകയായിരുന്ന സജ്ഞ ഒരു പെൺകുതിരയുടെ രൂപം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. കുതിര രൂപത്തിലുള്ള സജ്ഞയെ സൂര്യൻ തിരിച്ചറിഞ്ഞു. പ്രേമം പ്രകടിപ്പിച്ച് ഒരു ആൺകുതിരയായി രൂപം മാറി സജ്ഞയുമായി തമ്മിൽ ചേർന്നു. ആ ബന്ധത്തിൽ നിന്ന് സജ്ഞ സനദേയ, ദസറ എന്നിങ്ങനെ 2 ഇരട്ടക്കുഞ്ഞുങ്ങളെ പ്രസവിച്ചു. അവരാണ് ദേവലോകത്തെ വൈദ്യന്മാരായി തീർന്ന അശ്വിനി ദേവകൾ.